നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. ജലജീവൻ പദ്ധതിക്ക് പൈപ്പിടാൻ വേണ്ടി കീറിയ റോഡുകൾ നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗമായ CPM അംഗവും 15-ാം വാർഡ് മെമ്പറുമായ PP ഷാഹുൽ ഹമീദ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 2 വർഷം മുമ്പ് ശുദ്ധജല പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡ് കീറിയെങ്കിലും ശുദ്ധജലവും റോഡും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ഷാഹുൽ ഹമീദ് ആരോപിച്ചു. കഴിഞ്ഞ മാസം 15-ന് ചേർന്ന ജനപ്രതിനിധികളുടെയും കുടിവെള്ള പദ്ധതി കമ്മിറ്റിയുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ആശങ്ക പങ്കുവച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പർമാർ ഒന്നടങ്കം റോഡിൻ്റെ ശോചനീയാവസ്ഥ അറിയിക്കുകയും ആശങ്ക പ്രകടിപ്പിക്കുകയും ജനങ്ങൾക്ക് കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരൻ്റെയും അനാസ്ഥയാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്നും ആരോപിച്ചിരുന്നു. പദ്ധതി ഇപ്പോഴും പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. കിണറിൻ്റെ പ്രവൃത്തി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പാണ് പൈപ്പിടാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ പൈപ്പിടലും പൂർത്തിയാക്കിയിട്ടില്ല. നിലവിൽ കിണറിൻ്റെ പ്രവൃത്തി തുടങ്ങാത്ത സാഹചര്യത്തിൽ പൈപ്പിന് വേണ്ടി കീറിയ റോഡുകൾ നന്നാക്കുന്നതിനായി കഴിഞ്ഞ 15-ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പഞ്ചായത്ത് നൽകുന്ന മുൻഗണനാ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരൻ മഴയ്ക്ക് മുമ്പ് തന്നെ പൊളിച്ച റോഡുകളിലെ ഹൗസ് കണക്ഷൻ മുഴുവൻ പൂർത്തീകരിച്ച് പൊളിച്ച റോഡുകൾ മുഴുവൻ 1 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ മാസം 19-ന് തന്നെ പ്രവൃത്തി തുടങ്ങുവാനും 24-ന് റിവ്യൂ മീറ്റിംഗ് ചേരുന്നതിനും തീരുമാനിച്ചാണ് യോഗം പിരിഞ്ഞത്. എന്നാൽ ഈ പ്രവൃത്തി ഇതുവരെയും നടത്തിയിട്ടില്ല. പൈപ്പ് സ്ഥാപിച്ച റോഡ് നന്നാക്കുന്നതും യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടുമില്ല. റിവ്യൂ മീറ്റിംഗും ചേർന്നിട്ടില്ല. ഇതിൽ പഞ്ചായത്ത് ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് ആരോപിച്ചായിരുന്നു ഷാഹുൽ ഹമീദ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ജലജീവന്റെ പേര് പറഞ്ഞ് റോഡായ റോഡുകളെല്ലാം വെട്ടിക്കീറി പൊളിച്ചിട്ട് പദ്ധതിയില്ല റോഡുമില്ല വെള്ളവുമില്ല റോഡുമില്ല. ഇവിടെ പോയി പദ്ധതിയല്ല ഇവിടെയുണ്ടോ ഭരണക്കാരെ പഞ്ചായത്തിൻ ഭരണക്കാരെ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചതിനാൽ നടക്കാനോ വാഹനങ്ങൾ സഞ്ചരിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡുകളും തകർന്ന സ്ഥിതിയിലാണ്. മഴയ്ക്ക് മുമ്പ് റോഡിൻ്റെ പ്രവൃത്തി നടത്തുന്നത് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. കൂടാതെ കഴിഞ്ഞ മാസവും ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നടത്താത്ത സാഹചര്യത്തിലാണ് CPM പഞ്ചായത്ത് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സമരം കണ്ട് അധികൃതർ പഠിച്ചില്ലെങ്കിൽ ഇതിലും വലിയ രൂപത്തിൽ ആളുകളെ സംഘടിപ്പിച്ച പഞ്ചായത്തിനകത്തേക്ക് സമരവുമായി വരേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ഷാഹുൽ ഹമീദ് മുന്നറിയിപ്പ് നൽകി. കുടിവെള്ള പദ്ധതിക്കായി റോഡ് കീറി. ഇപ്പോൾ വെള്ളവുമില്ല റോഡുമില്ല. പഞ്ചായത്തിലെ റോഡുകൾ എല്ലാം തന്നെ ഗതാഗത യോഗ്യമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സമരം തീരുമാനിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 25-ാം തീയതിക്ക് ശേഷം കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അന്നൊക്കെ കരുതിയിരുന്നത് ഈ ഒരു പ്രയാസം കൊണ്ടാണ് ഈ കോൺട്രാക്ടർമാർ ഈ വർക്ക് നടക്കാത്തെന്നാണ്. എന്നാൽ ഇപ്പൊ ഈ 4-5 ദിവസമായിട്ട് കാലാവസ്ഥ മാറി. എന്നിട്ടും ഒരു വർക്ക് പോലും നടക്കാൻ, ഒരു വാർഡിൽ പോലും നടത്താൻ ഈ കോൺട്രാക്ടർക്ക് സാധിച്ചിട്ടില്ല. അത് ചെയ്യിപ്പിക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വലിയൊരു ജനങ്ങളുടെ വികാരമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് റോഡുകൾ മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ കൂടെ അവരോടൊപ്പം ഏതറ്റം വരെയും പോകാൻ 15-ാം വാർഡിലെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഈ നാടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഈ ആളുകളുടെ, ഈ ജനങ്ങളോടൊപ്പം, ഈ നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരവും കണ്ടിട്ട്, ഈ പ്രതിഷേധം കണ്ടിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കന്മാർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ രൂപത്തിലേക്ക് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിനകത്തേക്ക് ഈ സമരവുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും വരാണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. DYFI പ്രവർത്തകർ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചു.
നന്നമ്പ്ര ലോക്കൽ സെൻട്രൽ അംഗം മുഹമ്മദ് ഷാഫി ചെറിയേരി, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഫുഹാദ് മോൻ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ മുൻ ഏരിയ സെക്രട്ടറി ഷബീബ, പരമേശ്വരൻ, ഷാജി, അത്താണി ബ്രാഞ്ച് സെക്രട്ടറി വിനു എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.